മുട്ടയുടെ മഞ്ഞക്കരു ആരോഗ്യത്തിന് ദോഷമാണോ? ഈ കാര്യം പൂർണ്ണമായും ശരിയല്ല. വർഷങ്ങളായി മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഉയർന്ന കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് അനാരോഗ്യകരമാണെന്ന് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നു. ഒരു വലിയ മഞ്ഞക്കരുവിൽ ഏകദേശം 185 മില്ലിഗ്രാം മാത്രമാണ് കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നത്. ഇത് മുട്ടയുടെ ഉപഭോഗം പരിമിതപ്പെടുത്താൻ വ്യാപകമായി ഉപദേശത്തിലേക്ക് നയിച്ചു, പ്രത്യേകിച്ച് ഹൃദ്രോഗ സാധ്യതയുള്ളവർക്കിടയിൽ. എന്നിരുന്നാലും സമീപകാല ഗവേഷണങ്ങൾ ഈ കാഴ്ചപ്പാടನ್ನು മാറ്റി. ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് മുമ്പ് വിശ്വസിച്ചിരുന്നതിനേക്കാൾ കുറഞ്ഞ സ്വാധീനം ചെലുത്തുന്നുവെന്ന് കണക്കാക്കുന്നു. ആരോഗ്യമുള്ള മിക്ക ആളുകൾക്കും മിതമായ അളവിൽ മുട്ട കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യതയെ കാര്യമായി വർദ്ധിപ്പിക്കുന്നില്ല എന്ന് കണ്ടെത്തി. മുട്ടയുടെ മഞ്ഞക്കരു യഥാർത്ഥത്തിൽ പോഷകങ്ങളുടെ കലവറയാണ്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12, തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രധാനമായ കോളിൻ, സെലിനിയം, കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ലൂട്ടീൻ, സിയാക്സാന്തീൻ പോലെയുള്ള ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ ഇത് നിറഞ്ഞിരിക്കുന്നു. വയറു നിറഞ്ഞ സംതൃപ്തി പ്രോത്സാഹിപ്പിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾക്കൊപ്പം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനും അവ നൽകുന്നു. ഈ പോഷകങ്ങളുടെ സംയോജനം മഞ്ഞക്കരു ഉൾപ്പെടെയുള്ള മുഴുവൻ മുട്ടകളെയും സമീകൃത ആഹാരത്തിന്റെ വിലപ്പെട്ട ഭാഗമാക്കുന്നു. എന്നിരുന്നാലും സന്ദർഭം പ്രധാനമാണ്. കുടുംബപരമായ ഹൈപ്പർ കൊളസ്ട്രോളിമിയ, ടൈപ്പ് 2 പ്രമേഹം, അല്ലെങ്കിൽ ഇതിനകം ഉയർന്ന LDL കൊളസ്ട്രോൾ പോലെയുള്ള ചില അവസ്ഥകളുള്ള ആളുകൾ അവയുടെ ഉപയോഗം നിരീക്ഷിക്കുകയും ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവിനെ സമീപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മൊത്തത്തിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി ഒരു ദിവസം 1-2 മുഴുവൻ മുട്ടയുടെ മിതമായ ഉപഭോഗം സുരക്ഷിതവും പോഷകപ്രദവുമായി കണക്കാക്കപ്പെടുന്നു. ഈ വിഷയത്തിലെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കാം. വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. Stay healthy. Follow for more.